ചിലയിടത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു കൾച്ചർ കൺസെപ്റ്റിൽ പറയുമ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് മുലപ്പാൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവൾ സ്ത്രീയല്ല അമ്മയല്ല എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ ഭയങ്കര കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഫോഴ്സ്ഫുള്ളി ഒരു മദറിനെ ഫീഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കുന്നൊരു ഇത് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അതിനെ കുറിച്ചിട്ട് മാമിന് എന്താ പറയാനുണ്ടാവുക? സി ഒരു സ്ത്രീ അമ്മയാവുമ്പോൾ ഇറ്റ് ഡിപ്പെൻസ് ഓൺ വൈ ഷീ ബിക്കെയിം എ മദർ. ഒരു ട്രൂ മദർലി ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ടാണ് അമ്മ ആവണേന്ന് വെച്ചാൽ ഷീ വുഡ് ഓട്ടോമാറ്റിക്കലി ഹാവ് ദാറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് ഒരു ഇൻസ്റ്റിങ്ക്റ്റാണ് ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. ഇനി നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ഓക്സിറ്റോക്സിൻ എന്നുള്ള ഹോർമോൺ റിലീസ് വരും. ദാറ്റ് ഈസ് കോൾഡ് ദ ലവ് ഹോർമോൺ വെയർ ദാറ്റ് ക്രിയേറ്റ്സ് ദാറ്റ് ബോണ്ട് ബിറ്റ്വീൻ ദ മദർ ആൻഡ് ദ ചൈൽഡ്. എന്തൊക്കെ നമ്മുടെ ഉള്ളിൽ ജീവിച്ചൊരു ജീവനാണെന്ന് പറഞ്ഞാലും നമുക്ക് പ്രസവവും അതിനായിട്ട് സംബന്ധിക്കണ ഫിസിക്കൽ പെയിൻ കാരണം നമുക്ക് ആ കുട്ടിയോടൊരു സ്നേഹമൊന്നും എല്ലാ അമ്മമാർക്കും നാച്ചുറലി വരണമെന്നില്ല. അത് നമ്മൾ വലിയ ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഇറ്റ്സ് പ്രോബബ്ലി ദാറ്റ് ഫിസിക്കൽ കോണ്ടാക്ട് ഡ്യൂറിങ് ബ്രസ്റ്റ് ഫീഡിങ്, ആ കുഞ്ഞ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്നൊക്കെ നമുക്ക് ആ തോന്നൽ വരുന്നത് പ്രോബബ്ലി ബിക്കോസ് ഓഫ് ദി ഓക്സിറ്റോക്സിൻ റിലീസ്. ഓക്സിറ്റോക്സിൻ റിലീസ് ആവുമ്പോൾ ഇറ്റ് കംസ് നാച്ചുറലി. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ചില ചുറ്റുപാടുകളിൽ ചില സ്ത്രീകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടായിരിക്കും വരുന്നത്, സപ്പോർട്ട് ഫോർ ദ ന്യൂ മദർ. പക്ഷെ അവരുടെ വാക്കുകൾ എന്തായാലും പാല് പോരാ, കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇവൾക്ക് പാലില്ല എന്ന് തോന്നുന്നു. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്ട്രെസ് ലെവൽസിനെ കൂട്ടും. സ്ട്രെസ് ലെവൽസ് കൂടുമ്പോൾ കോർട്ടിസോളാണ് റിലീസ് ആവുന്നത്. ആൻഡ് കോർട്ടിസോൾ ഓൾവേസ് ആക്ട്സ് ആസ് എ ബാരിയർ ഫോർ ഓക്സിറ്റോക്സിൻ. അതായത് നമുക്ക് ഇത്രയും മനസ്സിലാക്കിയാൽ മതി, നമുക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ലോകത്തിനോട് സ്നേഹം തോന്നില്ല. ആ സ്നേഹം തോന്നിയില്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാവണില്ല, റൈറ്റ്? അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഡയലോഗ്സ് അവർ ചിലപ്പോൾ ഈ ചുറ്റും നിൽക്കുന്ന സ്ത്രീകൾ നല്ലത് ഉദ്ദേശിച്ചായിരിക്കാം. ബിക്കോസ് ദേ ആർ പ്രോബബ്ലി ആങ്ഷ്യസ് ഫോർ ദ ചൈൽഡ്. കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല, പാല് പോരെ. ബട്ട് ദ ന്യൂ മദർ ടേക്സ് ഇറ്റ് പേഴ്സണലി. സ്ട്രെസ്ഫുൾ ആവാം. സ്ട്രെസ്ഡ് ആവുമ്പോൾ ദേ start releasing cortisol, which may start affecting our cycle continues.